വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ വർഷത്തിൻ്റെ 346-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 തിമോഥെയോസ് 1-ാം അധ്യായം 5-ാം വാക്യം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഏഷ്യ മൈനറിലെ ലുക്കാവോന്യ പ്രദേശത്തുള്ള ഒരു പട്ടണമായിരുന്നു ലുസ്ത്ര. ഇന്ന് തുർക്കി എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. പൗലോസിന്റെ 1ഉം 2ഉം മിഷണറി യാത്രകളിൽ അദ്ദേഹം സന്ദർശിച്ച മുഖ്യ സ്ഥലങ്ങളിലൊന്നായിരുന്നു ലുസ്ത്ര. ഗ്രാമീണവും പഴക്കവുമുള്ളതായ ഒരു പട്ടണമായിരുന്നു ലുസ്ത്ര. ഈ പട്ടണത്തിൽ യഹൂദന്മാരുടെ സ്വാധീനം കുറവായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ഇവിടെ വിജാതീയരായിരുന്നു ഏറെ കൂടുതലും താമസിച്ചിരുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ലുക്കവോന്യ ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. ഈ ലളിതമായ ഗ്രാമത്തിൽ നിന്നുമാണ് തിമോഥെയോസ് എന്ന വലിയ സുവിശേഷകൻ രൂപം കൊള്ളുന്നത്. തിമോഥെയോസിന്റെ മാതാവായിരുന്ന യുനീക്കയുടെ മാതാവായിരുന്നു ലോവീസ്. പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ദൈവഭക്തയായ വല്യമ്മച്ചിയായിരുന്നു ലോവീസ്. ലോവീസിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അചഞ്ചലമായ വിശ്വാസത്തിനുടമയായ മാതാവ്. ലോവീസ് ഒരു യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട മാതാവായിരുന്നു. അതിനാൽ യഹൂദ വിശ്വാസത്തിൽ ജീവിച്ച സ്ത്രീയും ആയിരുന്നു. എന്നാൽ വിശുദ്ധ പൗലോസിന്റെ 1ാം മിഷണറി യാത്രയിൽ ലോവീസും കുടുംബവും മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗവും അത്ഭുത പ്രവൃത്തികളുമൊക്കെ ഈ ഭവന അംഗങ്ങളിൽ വലിയ വിശ്വാസം സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. തുടർന്ന് പൗലോസ് അപ്പോസ്തലന്റെ 2ാം മിഷണറി യാത്രയിൽ തിമോഥെയോസിനെ ലുസ്ത്രയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് തിമോഥെയോസിനോടുള്ള പ്രബോധനത്തിൽ അപ്പോസ്തലൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. തിരുവചന സത്യങ്ങളെ ബാലനായ തിമോഥെയോസിന് പകർന്നു നൽകുവാൻ അമ്മയും വല്യമ്മച്ചിയും അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. അങ്ങനെ ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം തൻ്റെ മക്കളിലേക്കും തുടർന്ന് കൊച്ചു മകനിലേക്കും പകരുവാൻ ലോവീസ് എന്ന മാതാവിന് സാധിക്കുന്നു. എന്നിലുണ്ടെങ്കിലേ എനിക്ക് പകരാനാകൂ. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം ഇന്ന് എപ്രകാരമാണ്? രണ്ടാമതായിട്ട് സാക്ഷ്യ ജീവിതത്തിന് ഉടമയായ മാതാവ്. ദൈവം നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാനായി നൽകുന്നത് ഒരേ ഒരു അവസരം മാത്രമാണ്. എന്നാൽ അത് നമുക്ക് എങ്ങനെയും ജീവിക്കാം. എന്നാൽ ലോവീസ് എന്ന മാതാവ് സാക്ഷ്യമുള്ള ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു. ആ അമ്മയുടെ സാക്ഷ്യം തൻ്റെ മകളുടെയും കൊച്ചുമകന്റെയും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. വൈധവ്യം എന്ന അവസ്ഥയിലൂടെ കടന്നു പോയവരായിരുന്നു ലോവീസും യുനീക്കയും. എന്നാൽ ഈ മാതാവിന് സാക്ഷ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് തിമോഥെയോസ് എഫെസോസിലെ ആദ്യത്തെ ബിഷപ്പായിട്ട് തീരുന്നു. മാത്രമല്ല ക്രിസ്തുവിനായി രക്തസാക്ഷിയാകുകയും ചെയ്യുന്നു. മാതാക്കളിലൂടെ ലഭിച്ച ദൈവവിശ്വാസവും പക്വമായ ജീവിത രീതികളും ഒരു ശ്രേഷ്ഠ ഇടയനാകുവാൻ തിമോഥെയോസിനെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ഭവനങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടതായ ശ്രേഷ്ഠതകളാണ് ലോവീസിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അല്ലലും അലച്ചിലുമില്ലാത്ത ഇന്നത്തെ ഭവന അന്തരീക്ഷങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ഒരു ലോവീസായും യുനീക്ക ആയും ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഇന്നത്തെ സമ്പദ് സമൃദ്ധിയുടെ മധ്യത്തിൽ ജീവിതത്തിലെ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭവനത്തിലും സമൂഹത്തിലും ലോവീസ് എന്ന മാതാവിനെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.